ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് ഒരു മാമ്പഴം കൊണ്ടൊരു പുളിങ്കറി വയ്ക്കാം. ഇതാണ് ആ മാമ്പഴം. ഇത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന ഒരു തരം മാങ്ങയാണ്. ഇതിൻ്റെ പേര് ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ എന്നും ഞാൻ പറയുന്നത് ചന്ദ്രക്കാരൻ എന്നാണ്. വേറെ ചില ചന്ദ്രകാരൻ എന്ന് പറയും. ഇതിനധികം ദശയില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടുമാങ്ങയോളം പോലും ദശ ഇല്ല. ഇത് കണ്ടോ, പുളിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ തിന്നാൻ അത്യന്തം രുചിയാണ്. ഇത്രയും മധുരം, വാസന, ഇത് രണ്ടും ഏറ്റവും കൂടുതലുള്ള ഒരു തരം മാങ്ങയാണ് ഈ ചന്ദ്രകാരൻ. ഇപ്പം ഇവിടെ ഈ ബഡ് തൈയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, കായ്ച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്രയും മധുരമില്ല. ഞാനിവിടെ ഇപ്പം ക്ഷാമകാലമായതുകൊണ്ട് 3 എണ്ണമേ എടുത്തിട്ടുള്ളൂ. അല്ല 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 പച്ചമുളകും മഞ്ഞപ്പൊടിയും കുറച്ച് ചുമന്ന മുളകും കൂടെ ഇട്ട്, മുളക് പൊടിയിട്ട് കഷ്ണം വേവിക്കണം. ഉപ്പും ചേർത്ത് തന്നെ വേണം കഷ്ണം വേവിക്കാൻ. ഏത് പച്ചക്കറിക്കും ചേനയൊഴികെ ഉപ്പ് ചേർത്ത് തന്നെ അടുപ്പിൽ വയ്ക്കണം. എങ്കിലേ എല്ലായിടത്തും ഉപ്പ് ഒരേമാതിരി അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മുടെ ജോലി. മാമ്പഴം മൂടാനും മാത്രം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഏതായാലും നമുക്ക് 2-3 പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. നന്നായിട്ടൊന്ന് വേകട്ടെ. കുറച്ച് സമയം വേകാൻ വേണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ്. തേങ്ങ 1 കപ്പ്, 4 ഉള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ്, ഒരു 1/4 ടീസ്പൂൺ ചുവപ്പ് മുളക് പൊടി. ഇതിന് നിറം വരണം, അതിന് വേണ്ടിയാണ്. ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, 2 നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ അരപ്പ്. കല്ലുപ്പാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലതായിട്ട് വേകട്ടെ. എന്തോന്ന് നോക്കട്ടെ, എന്ത് കാണണം. മാമ്പഴത്തിന് അധികം വേവില്ല, പെട്ടെന്ന് വേകും. പിന്നെ തൊണ്ടിനേ ഉള്ളൂ വെന്തു. ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്താൽ മതി. മിക്ക മാമ്പഴങ്ങൾക്കും ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ് ഇതിന് പുളിയും കിട്ടിയിട്ടുണ്ട്. കുറേയും കൂടെ അങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ ഒട്ടുമേ പുളിയില്ലാത്തൊരു മാങ്ങയാണ് ഈ ചന്ദ്രകാരൻ. പിന്നെ നമ്മുടെ നാട്ടുമാങ്ങകളാണെങ്കിൽ മാമ്പഴത്തിന് ശകലം പുളി ഉണ്ട്. അണ്ടിയോട് അടുക്കുമ്പോഴേലും ഒരു ശകലം പുളി കിട്ടും. അതുകൊണ്ട് ഇതിപ്പോൾ പുളിയോ തൈരോ ഒന്നും ഞാൻ ഒഴിക്കാതെ പുളിങ്കറിയായിട്ട് വയ്ക്കുക. പുളി ഒഴിക്കാത്ത പുളിങ്കറി. അപ്പം അരപ്പിൻ്റെ സാധനങ്ങൾ എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അരപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് ഉപ്പ് ശരിയാക്കി കഴുകി ഒഴിച്ചു. ഇത് കണ്ടോ, നല്ല ഒരു ഒഴിച്ചുകൂട്ടാനായിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇത് ഇരുന്നിനി കുറുകും. കൽച്ചട്ടിയിലാവുമ്പം തീ കെടുത്തിയാലും കുറുകും. അതുകൊണ്ട് ഇനിയും കുറുക്കുക ഒന്നും വേണ്ട അധികം. ഇത് കറക്റ്റാണ്, ഇപ്പോൾ കറക്റ്റാണ്. ചോറിനകത്തോട്ടൊഴിച്ച് കുഴച്ച് ഉണ്ണുക, അതാണ് നമ്മുടെ രീതി. ഇനി ഇത് കടുക് വറുത്താൽ മാത്രം മതി. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പം തീ കെടുത്താം, പിന്നെ അത് തിളച്ചുകൊണ്ടിരിക്കും. നല്ലൊരു കൂട്ടാനാണ്. ഇങ്ങനെ മാങ്ങ ഉണ്ടായാൽ പിന്നെ മാങ്ങയും ചക്കയും തന്നെയാണ് ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പല കറികളുണ്ടാക്കും. ചക്ക കൊണ്ടാണ് മോരെന്ന് വരെ പറഞ്ഞ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിയാക്കുമായിരുന്നു അമ്മുമ്മ. ഒരു 5-10 ഉലുവ, കടുക്, മുളക്, എല്ലാം കഴിഞ്ഞു. നല്ലൊരു കൂട്ടാനായി. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോക്കലി സീസണലി അവൈലബിളായിട്ടുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം. പഴങ്ങളും ഉപയോഗിക്കണം. ഇതൊന്നും നമ്മൾ
ഉപയോഗിക്കാതെ വരരുത്. കൺവെൻഷനലിയൊക്കെ നമ്മൾ ഒരുപാട് ഈവൻ ചൊറിയണം വരെ, അതായത് ഈ വലിയ ആനച്ചൊറിയണം ഇല്ലേ വലുത്, അതിൻ്റെ ഇല വരെ പണ്ടൊക്കെ തോരൻ വയ്ക്കുമായിരുന്നു. ഉപയോഗമില്ലാത്തതായിട്ടൊന്നുമേ നമ്മുടെ ഈ ലോകത്ത്, ഈ പ്രകൃതിയിൽ ഇല്ല. എല്ലാം, അതായത് സസ്യജാലങ്ങളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. മോരില്ലെങ്കിൽ മോരൊഴിച്ചതിലും നല്ലൊരു കൂട്ടാനിത്. 2 തുടം മോരൊഴിച്ചും ചെയ്യാം, കൂടുതൽ മോരൊഴിച്ച് കാളൻ വയ്ക്കാം, മാമ്പഴക്കാളൻ, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇനിയിപ്പം നല്ല മാമ്പഴ സീസണാണ് മുമ്പോട്ട് വരുന്നത്. പല കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യാം. ഇത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം.